യൂറോപ്യന്മാരെ സംബന്ധിച്ചിടത്തോളം കരമാർഗം ഏഷ്യയിലേക്ക് വരാനുള്ള സിൽക്ക് റൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ ചെങ്കടൽ വഴിയായും ഒക്കെ പണ്ട് തൊട്ടേ ഇന്ത്യയിലേക്ക് കപ്പൽ മാർഗവും ഉണ്ടായിരുന്നു. എന്നാൽ ഇസ്ലാമിക കോൺക്വസ്റ്റ് നടക്കുന്നതിലൂടെ ഇതിലൂടെയുള്ള പല മാർഗങ്ങളും ഇവർക്ക് അടഞ്ഞു പോകുന്നു, ആക്സസബിൾ അല്ലാതാകുന്നു. അതോടെയാണ് യൂറോപ്യന്മാർ ചിന്തിക്കാൻ തുടങ്ങുന്നത് കരമാർഗമല്ലാതെ കടലിലൂടെയും ഇന്ത്യയിലേക്കും കിഴക്കേഷ്യൻ രാജ്യങ്ങളിലേക്കുമൊക്കെ എങ്ങനെ എത്താം. അങ്ങനെയാണ് സമുദ്രമാർഗം അന്വേഷിച്ചുള്ള യാത്ര തുടങ്ങുന്നത്. അപ്പോൾ കിഴക്കോട്ട് പോകാൻ സമുദ്രത്തിലൂടെ കിഴക്കോട്ട് സഞ്ചരിക്കണം അല്ലേ? പക്ഷേ യൂറോപ്യന്മാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര ഈസിയല്ല. ഇതാ ഈ മാപ്പിൽ കാണുന്ന പോലെ വലിയൊരു ആഫ്രിക്കൻ ലാൻഡ് മാസ് ഉണ്ട്. അപ്പോൾ ആഫ്രിക്ക വളഞ്ഞു വേണം തിരിച്ച് കിഴക്കോട്ട് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ. അപ്പോൾ ഇതിലൂടെയുള്ളൊരു സമുദ്രപാത കണ്ടുപിടിക്കാനായിട്ടാണ് ബർത്തലോമിയോ ഡയസ് 1488 പുറപ്പെട്ട് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലേക്ക് തിരിച്ചു പോകുന്നത്. അതായത് ആഫ്രിക്കൻ ടിപ്പ് കണ്ടുപിടിച്ചു. എവിടം വരെയാണ്, എത്ര ദൂരമാണ് താഴോട്ട് തെക്കോട്ട് പോകേണ്ടത് എന്ന് കണ്ടുപിടിച്ചു. ഇനി വളഞ്ഞ നേരെ മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് എത്താമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അദ്ദേഹം തിരിച്ചുപോയി. അതിനുശേഷം ഈ യാത്ര പൂർത്തീകരിക്കുന്നതാരാണ്? വാസ്കോ ഡ ഗാമ. 1498 അദ്ദേഹം കോഴിക്കോട് വന്ന് കപ്പലിറങ്ങി. അപ്പോൾ ഈ പോർച്ചുഗൽ ഇത്തരം സമുദ്രയാത്രകൾ അവർ മുൻപേ തന്നെ മാസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ യാത്രയുടെ ഒരു പ്രശ്നം ഇതാണ്, ഈ ആഫ്രിക്ക ഇത് വളഞ്ഞ് താഴെ പോയി വളഞ്ഞ് വേണം മേലോട്ട് തിരിച്ച് കിഴക്കൻ രാജ്യങ്ങളിലേക്ക്, ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് എത്താൻ. ഈ വളച്ചു ചുറ്റൽ എങ്ങനെ ഒഴിവാക്കാം എന്നതാണ് യൂറോപ്യന്മാർ, പ്രത്യേകിച്ച് സ്പെയിൻകാർ ആലോചിക്കുന്നത്. അങ്ങനെയാണ് കൊളംബസിനെയും മഗല്ലനെയും പോലെയുള്ള ചിലർ പടിഞ്ഞാറേക്ക് യാത്ര ചെയ്തും കിഴക്കെത്താമെന്ന ആശയവുമായി വരുന്നത്.